ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഗ്നൂസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ റോസ് മിൽക്ക് വെച്ചിട്ടുള്ള leches കേക്കാണ്. ഭയങ്കര സ്വാദായിട്ടുള്ളൊരു കേക്കാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓളും കൂടി കൊടുത്തേക്കുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കളർ ഞാൻ ആദ്യം ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. ഇവിടെ ഞാൻ 1/4 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതിൽ ലേശം പിങ്ക് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കളറില്ലാണ്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മാവാണ്. ഞാനിവിടെ 1 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂണിന് വേണ്ടി ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു 3 തവണ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് അരിച്ചത് ഇതേപോലെ എടുക്കുക. എന്നാൽ മാത്രമേ ആ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം എല്ലായിടത്തും ഒന്ന് മാവിൽ സ്പ്രെഡായി വരത്തുള്ളൂ. ഇനി ഞാൻ പാനാണ് സെറ്റ് ചെയ്യുന്നത് കേക്ക് ബാറ്റർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഒന്ന് എണ്ണ പുരട്ടി അതിൽ ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കുവാണ്. ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്യുക. 1/2 കപ്പ് കേർഡും കൂടെ ആഡ് ചെയ്യുവാണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കേർഡിന് പകരം 2 എഗ്ഗ് ഫുള്ളായിട്ട് എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പൊടിച്ച ഷുഗറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട് ഞാൻ റോസ് സിറപ്പ് ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ഓയിലാണ്. ഞാൻ അതും കൂടി കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഓയിലും ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് കുറേശ്ശെ നമ്മൾ മാവ് നേരത്തെ അരിച്ച് വെച്ചിരുന്നില്ലേ, അത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മാവ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതങ്ങ് ഒരുപാട് ബീറ്റ് ചെയ്യണമെന്നില്ല മാവ് ആഡ് ചെയ്യുമ്പോൾ. മാവ് ഫുള്ള് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ നേരത്തെ എടുത്ത് മിൽക്കിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് വെച്ചിരുന്ന അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ബാറ്റർ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് പാനിലേക്ക് ഈ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ സ്റ്റൗവിലാണ് കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരുന്ന പാനിലേക്കാണ് ഇത് വെച്ച് കൊടുത്തത്. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരുന്നത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ലോ ഫ്ലെയിമിലോട്ട് ഫ്ലെയിം മാറ്റുക. എന്നിട്ട് എനിക്ക് ഒരു 25 മിനിറ്റിൽ 25-30 ഇടയ്ക്ക് കേക്ക് റെഡിയായി കിട്ടിയായിരുന്നു. അപ്പം നിങ്ങൾ ഒരു 25 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക കേക്ക് റെഡി ആയിട്ടുണ്ടോയെന്ന്. എന്തെങ്കിലും ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കുക റെഡി ആയിട്ടുണ്ടോയെന്ന്. ഒരിക്കലും കേക്ക് കരിഞ്ഞു പോകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേക്കിന് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. 25 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളുക. ഇതിപ്പോൾ 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിൽ ബട്ടർ പേപ്പർ എല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക. കണ്ടോ, അടിഭാഗമൊക്കെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കേക്കിന് വേണ്ടിയിട്ടുള്ള റോസ് മിൽക്ക് ഇവിടെ റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാൽ ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 കപ്പ് ഹെവി ക്രീം ആഡ് ചെയ്യുക. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഞാൻ മാറ്റി വെച്ചു. കേക്ക് അപ്പോൾ ഇവിടെ ഒന്ന് ചെറിയതായിട്ടൊന്ന് ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഹോളെല്ലാം ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ റോസ് സിറപ്പ് അതിലേക്ക് ഷുഗർ വെച്ചിട്ടുള്ള ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് അതിൽ പിടിച്ച് വരത്തുള്ളൂ കേക്കിൽ.
എന്നിട്ട് റോസ് മിൽക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത് കേക്കിൻ്റെ മുകളിലും കേക്കിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് കേക്ക് മാറ്റി വെച്ചേക്കുക. ഒന്ന് റോസ് മിൽക്ക് കേക്കിലൊന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 15 മിനിറ്റോളം ഒന്ന് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കുക. ആ ടൈം കൊണ്ട് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ഞാൻ വേറൊരു ബൗളെടുത്തു. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുവാണ്. 1.5 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പൊടിച്ച ഷുഗറാണ് നിങ്ങളിതിൽ ആഡ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നല്ല വിപ്പിംഗ് ക്രീം നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയായി കിട്ടും. അതല്ല നമ്മൾ കൈകൊണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നതാണെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കും കേട്ടോ. ഇതൊന്ന് ഇതേപോലെ ഈ ഒരു ഫോമിലായി കിട്ടാനായിട്ട്. ഇനി കേക്കിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ബദാമും പിസ്തയും കൂടെ പൊടിച്ച് വെച്ചിരുന്നതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് റോസ് പെറ്റൽസും കൂടെ ഇട്ട് കൊടുക്കുക. റോസ് മിൽക്ക് വെച്ചിട്ടുള്ള ലെച്ചസ് കേക്ക് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. കട്ട് ചെയ്ത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. നൈഫ് കയറി പോകുന്ന കാണുമ്പോൾ തന്നെ അറിയാം, അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പയ്യെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും ഞാൻ കുറച്ച് റോസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുവാണ് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. റോസ് മിൽക്കിനകത്ത് ഡിപ്പായി കേക്ക് കിടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ നമുക്ക് കിട്ടും. റോസ് മിൽക്ക് ഫുള്ളായിട്ട് നിങ്ങൾ കേക്കിൽ നമ്മളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്, ബാക്കി വെച്ചേക്കണം. നമുക്ക് ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ അപ്പോൾ സെർവ് ചെയ്യുമ്പോഴും ഇതേപോലെ ചെയ്യുക. കേക്ക് ഇതേപോലെ ഒരു പീസ് എടുത്തതിന് ശേഷം അതിന് ചുറ്റും കുറച്ച് റോസ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് വേണം എല്ലാവർക്കും സെർവ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ അതിന് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നിങ്ങളും അപ്പോൾ ഈ റെസിപ്പി ഫോളോ ചെയ്ത് വീട്ടിൽ ലെച്ചസ് കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.